എന്നടാ കൂട്ടൂസ മരത്തിന് പുറകിലെ സേഫായി. ചുമ്മാ ഓ അവന് തലയ്ക്ക് ഓളം വന്നേ. പേടിച്ചു പോയി ഞാൻ. ഞാനും. ഇത് കണ്ടോ ഒരു കോള്, ഒരു 496. പിന്നെ കുറെ മെസ്സേജും വരുന്നുണ്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞു. നീ ഒന്ന് റിപ്ലൈ കൊടുത്ത് നോക്കിയേ. എന്നാത്തിന്? ചുമ്മാ ആരാന്നൊക്കെ അറിയാലോ. ഓ അതിന്റെ ആവശ്യമില്ല. പുതിയ ലൈരങ്ങാനും സെറ്റായാലോ ഒന്ന്. മാറിക്കേ. എന്നാ വെച്ചി? എന്നാന്നേ ഇന്ന് നിന്റെ കാശ്. ബെച്ചി എന്നാന്ന്? ബെച്ചി ചുമ്മാ ഇരുന്ന്. എനിക്ക് വേണ്ട. ബെച്ചി നീ അതവിടെ വെച്ചാൽ നിനക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനുള്ളതല്ലേ. എന്റെ ബെച്ചി നീ ചുമ്മാ ഇരുന്നേന്നേ. ബെച്ചി ചുമ്മാ കളിക്കില്ല, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. എനിക്ക് വേണക്കൊന്നുമില്ല, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. ആ ബെച്ചി പോവല്ലേന്ന് അവിടെ ഇരിക്കുന്നു. ബെച്ചി ഞാൻ പറയുന്നത് നീ അവിടെ ഇരുന്ന്. ഞാൻ പോവാ. ഞാൻ എന്നാ ചെയ്തിട്ടാന്നേ? എന്നെ കോട്ടയത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിട്ടോ? അത് ആ പബ്ജി ഗെയിമും കളിച്ചോണ്ടിരിക്കണ നീ കട ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ. എന്നാ വല്ല ഉത്തരവാദിത്വം. എനിക്ക് സാറ് പറഞ്ഞ കാര്യത്തിൽ അത്ര നടപടിയാണ് തോന്നില്ല. എടാ ഇന്നത്തെ കാലത്ത് കൃഷിക്കാരെല്ലാം കെട്ടി തങ്ങി ചാവുക. അപ്പോഴാണ് നിന്റെ ഒരു കണ്ടുപിടുത്തം, അതും ജൈവം. എന്റെ പൊന്നടാവേ, ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആൾക്കാർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാല് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു താങ്ങുവിലായിട്ട് എടുക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇതെന്നാ ഇവിടെ ഇവിടെ എന്നാ നടക്കണേ? ഒന്നുമില്ല, ബെച്ച് ചെറുതായിട്ട് ഒരു ഫോട്ടോ സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിച്ചു വന്നാ. ഉണ്ണിയപ്പത്തിന്റെ അല്ല, നീ എന്നാ വെച്ചു കൊടുക്കണേ? നീ കോട്ടയത്തേക്ക് പറഞ്ഞല്ലേ? ഇല്ല ഏട്ടായി, ഞാൻ വന്നപ്പോഴത്തേനും ബസ് പോയി. ഇനി 15 എങ്ങാണ്ട് അടുത്ത ബസ്സുള്ളൂ. എന്നിട്ട് നീ അത് അപ്പച്ചായെ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ വിളിച്ച് പറയട്ടെ, നീ ബസ് നോക്കി ഇവിടെ പെട്ടെന്ന് അപ്പച്ചായിട്ട് അവന്ന് പോയിട്ടുണ്ടാവൂല. പറയില്ലേടേ, ഞാൻ അപ്പച്ചയുടെ പോയിന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പരിപാടി ഇവിടെ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി മതി, നീ കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായി എന്നെ നടക്കുന്നുണ്ട് ഇവിടെ. കൊച്ചേ, ബസ് കേട്ട് അപ്പച്ചായ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഉണ്ണിയപ്പം നിനക്കുള്ള വന്നിട്ട് അകത്തിരുന്ന് ഉണ്ണിയപ്പം കഴിച്ചോണ്ടിരിക്കുവായിരുന്നോ? ഇതാടാ കൂട്ടുകാർക്ക് ഒരു ഉപകാരം ചെയ്യുന്നു പറഞ്ഞത്. വേറെ ആരെല്ലാം ഒന്നുണ്ടോ? എന്റെ തനി കൊണം കണ്ടേനോ. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ലെന്ന് ഞാൻ ഇവരോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പ്രശ്നം വന്നാൽ ഞാൻ തൂങ്ങൂലടാ. അതും പെണ്ണ് കേസ്. എടാ പിള്ളേരല്ലേ, ഓരോ പ്രായത്തിനല്ലേ ഇതൊക്കെ. ഇതൊന്നും ഒരു പ്രായത്തിന്റെ അല്ല, ഇത് കാർന്നോക്കന്മാരുടെ നോട്ടക്കുറവിന്റെ. എന്റെ വിചാരം ഉണ്ടായ ആ കൊച്ചിനെ ബസ് കയറ്റി വെച്ച് പോയാൽ പറഞ്ഞു. നീ തുറന്ന് കിച്ചിക്കപ്പം അങ്ങോട്ട് പിടിച്ചേ. ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കണം. ഇത് വെച്ചോ, നല്ല മധുരമുള്ള സബർജല്യ. പുള്ളിക്കാരനങ്ങനെ അപ്പച്ചനോട് വിളിച്ചു പറയല്ലോ. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള ഒന്നാം സമ്മാനം 65 ലക്ഷം. ഇന്നത്തെ കേരള. പുള്ളിക്കാരനങ്ങനെ പറയാൻ സാധ്യതയില്ല. സ്ലീവാച്ചിന്റെ അരിഞ്ഞാണ്ടിയിൽ തുറന്നീ പേടിക്കണ്ട. മോളെ ഇവിടെ ആളുണ്ടോ? ഇല്ല. ഇത് വെച്ചോ, ഞാൻ വിളിക്കാം. അതെ, അളിയൻ ചെറുതായിട്ടൊന്ന് ഓഫായിപ്പോയേ. അതെ പാവം, എല്ലാരെയും സന്തോഷിപ്പിച്ചങ്ങ് ഓവറായി. ഇന്നത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കണേ. ശരി, ഒന്ന് മാറുന്നേ അളിയാ. ശരി, കാലെടുത്ത് വെച്ച്. അപ്പൊ ഗുഡ് നൈറ്റ്. ആഹാ, മോൾ എണീറ്റോ? ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. തണുപ്പ് കൂടുതലുണ്ടോ? അവന് ചായയും കാപ്പിയൊക്കെ അങ്ങനെ പതിവുള്ളതല്ല. എന്നാലും മോൾ ഇതൊന്നും കൊണ്ട് കൊടുത്തു നോക്ക്. ശരി. അവനാ ഷീറ്റ് വരെ കാണുമേ. അടുക്കള വസ്തു കിട്ടിയിരുന്ന അതൊക്കെ അപ്പൊ തന്നെ അഴിപ്പിച്ചായ. നേരത്തെ എഴുന്നേക്കൂല്ലേ? എന്താ ഒരു സ്മെൽ? അത് ഈ ഒട്ടുപാലിനെ ചണ്ടിട പരിചയമില്ലാത്തവർക്ക് ഓക്കാനം വരും. അതൊക്കെ നോക്കോ. കഴിക്കണ്ടേ?
അപ്പൊ നീ വരുന്നില്ലേ? ശ്രീഭാഷം വന്നല്ലോ. ചേട്ടാ വിട്ടോ, ഞാൻ വന്നേക്കാം. ചേട്ടാ താമസിയാൻ വന്നേക്കണേ. ചേട്ടാ വണ്ടിയിട്ട് വിട്ടോ, ഞാൻ വന്നേക്കാന്നേ. ബോംബെ ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. എന്നാ? ഓ അതൊന്നുമില്ലടാവേ. കല്യാണം കഴിച്ചതിന്റെ പുതുമോണി മറ കുറച്ച് നാടാവൂലോ, അതൊന്നും പാടുന്നതാടാ. ഓ ഒരു പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞ എന്നെ ഇങ്ങനെ കൊച്ചാക്കണടാവേ. അതൊക്കെ നീ ഇപ്പൊ പറയും, കുറച്ചു ദിവസം കഴിയട്ടെ. ആ പെങ്കൊച്ചതിന് വരക്കെടുത്തു പുറത്തേക്ക് കിടക്കത്തില്ല മോനെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് എന്റെ കമ്പനിക്കാരാ മെയിൻ. ഞാൻ അങ്ങോട്ട് നോക്കി അച്ചോടാ. കണ്ടോ? ആ ഇത് വേണോ? ഇത് വേണോ? നോക്കി. ആ ആ ആ നീ ഇത്ര നേരം എവിടെ പോയി കിടക്കുവായിരുന്നു റൂട്ടായി? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഓ ചാച്ചന്റെ പൊന്ന്, ചാച്ചന്റെ പൊന്ന്. ഇതാരുടെ വിളിച്ച് വണ്ടി ഇട്ടേക്കണേ? അത് ഗോപി കഴിയത്. അതിനതിന് നിങ്ങൾക്ക് പോവാൻ നാളെ. എങ്ങോട്ട് പോവാൻ? നിനക്ക് റിൻസിക്കോടെ ഹണിമൂണിന് പോവാൻ. എങ്ങോട്ട് പിടിച്ച ഹണിമൂണാ? ദേ ഇവരതിന്റെ ആൾക്കാര് റിസോർട്ടൊക്കെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ഇത് എവിടായിരുന്നു എന്റെ അളിയാ? ചെറുതൊരെണ്ണം സംഘടിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട്. എന്നെ പരിപാടി ജോഡിയല്ലേ കാണിച്ച്. ഈ ഹണിമൂണിന്റെ ഒക്കെ എന്നെ ആവശ്യമുണ്ട്. ഓ അതിനൊപ്പം എന്നാ അളിയാ? അത് ശരിയായില്ല. ആളിനെ എന്നോടെങ്കിലും ഒന്ന് പറയാറ്. ഇത് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല. ഇവരെല്ലാരും കൂടി പറഞ്ഞപ്പോ ഞാനൊന്ന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു കുഞ്ഞളിയാ. എന്നാൽ ഈ തിരക്കിന്റെ ഇടയിൽ ഇവിടെ എന്നെ തിരക്കാ? ഇവിടെ തിരക്കൊന്നുമില്ല. പാപ്പായി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. നിങ്ങളങ്ങ് പോയേച്ചാ മതി. അതെ അതെ. ഹാ കല്യാണം കഴിഞ്ഞാൽ സുഖമൊക്കെ വേണ്ട അളിയാ. ഏതായാലും ധ്യാനം തുടങ്ങുന്നതിന് വരെ നിങ്ങൾ ഫ്രീയാ. അതുവരെ നിങ്ങളിന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വായന്റെ കുഞ്ഞളിയാ. മതി വർത്താനം പറഞ്ഞത്. അകത്തൊന്നും എല്ലാം കഴിക്ക്. നീ വരാത്തോണ്ട് ആ കൊച്ചു ഒന്നും കഴിക്കാതിരിക്കുവാ. ഇപ്പോഴൊക്കെ ഇത് പറ്റുള്ളൂ പറഞ്ഞു കൊടുറി. ആന്റിക്ക് ചാച്ചനോട് ചെറിയൊരു പിണക്കമുണ്ട്. ഇന്നലെ രാത്രി ആന്റിക്ക് ചാച്ചനോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ലെന്ന്. അത് ചാച്ച ക്ഷീണം കാരണം നേരത്തെ ഉറങ്ങിപ്പോയതല്ലേ. ഇതിനാ നിങ്ങൾക്ക് ആർക്കും കിടക്കൊന്നും വേണ്ടേ? ടീന പിള്ളേരെ വിളിച്ചോണ്ട് കൂടി. വാടി മതിയോ? മോള് വാ. മതിയോ? ചാച്ചൻ അമ്മ മോളെ എടുത്ത് തരാം. വാ. സാറിലെ ചേച്ചി കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും. നിങ്ങൾക്കും കിടക്കണ്ടേ? കുഴപ്പമില്ല. എന്നാ മോള് ഇവിടെ ഇരുന്നോ. ഇച്ചിരി കഴിയുമ്പോ വരണേ. വാടാ. നീ എന്തിനു ഇവിടെ ഇരിക്കുന്നു? ഇനി പോരെ. ഇന്നോ ആ പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു കേട്ടോ നാളത്തേക്ക്. കുറച്ച് ഷർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ജീൻസ് ഒന്നും കണ്ടില്ല. ജീൻസോ? എനിക്ക് ഒരു ജീൻസേ ഉള്ളൂ. അത് ഞാൻ കാലത്ത് വെട്ടാമ്പോ കൂടുന്ന. ചാച്ചന്റെ പോക്ക് ഉറങ്ങണ്ടേ? എടി കൊച്ചെന്തേടി? കുട്ടായുടെ മുറിയില്. കുട്ടായുടെ മുറിയില് നിനക്ക് വല്ല വെളു കൊണ്ടുപോയി വേണ്ടേ? അളിയനും ആ പെങ്കുച്ചിനും എന്നാ ഒന്ന് കാണും. ഞാൻ വിളിച്ചത് അവള് വരണ്ടേ? ആ ബെസ്റ്റ്. അത് കുഴപ്പമില്ല, നീ പോയി എടുത്തോണ്ട് വാ. പോണോ? പോയി വിളിച്ചോണ്ട് പാടി വേണേ. ബുദ്ധിമുട്ടായില്ലേ? കിടന്നു. Please. This is your honeymoon suit. Hope you like it. It's good. ഇവിടെ അടുത്ത് കാണാൻ ഏതാ നല്ല സ്ഥലമുള്ള? രാവിലെ വണ്ടി വരും. നാളെ നിങ്ങളുടെ ക്യാമ്പിംഗ് ഒരു ഫോറസ്റ്റിലാണ്. ഇറ്റ്സ് എ ഹിൽ ടോപ്പ്. യു വിൽ ലൈക്ക് ഇറ്റ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിലൊന്ന് വിളിച്ചാൽ മതി. ഹാവ് എ പ്ലസന്റ് സ്റ്റേ. താങ്ക് യു. അയ്യോ എന്താ പനിയാണോ? ഉള്ളിന്നൊക്കെ ചൂട് പൊങ്ങുന്ന പോലെ. ഇല്ലേ ചൂടില്ലേ? ഞാൻ റിസപ്ഷനിൽ വിളിച്ച് മരുന്ന് പറയാം. വേണ്ട വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് പറ്റത്തില്ല. ഒന്ന് അമ്മച്ചി വിളിച്ചാരോ?
ബെല്ലടിക്കുന്ന വെച്ചാ പറഞ്ഞാ മതി. അമ്മച്ചി എത്തിയമ്മച്ചി കുറച്ചു നേരമായി. ഇച്ചാന് ചെറിയൊരു പനി പോലെ. അമ്മച്ചി ഇച്ചാ പനി അമ്മച്ചി എന്നാ ചെയ്യണ്ടേ? ആ ആ ശരി. അമ്മച്ചി എന്താ പറഞ്ഞേച്ചാ? വയ്യെങ്കിൽ തിരിച്ചു പോന്നേക്കാൻ പറഞ്ഞു. പനി കുറയുമെന്ന് നോക്കാല്ലേ? കുറയുന്ന തോന്നണില്ല. ഇച്ചിരങ്ങ് നീ കിടന്നു. വെറുതെ പനി പകരണ്ട. ആ ഇതെന്താ പോവാണോ? ഇച്ചാന് ചെറിയ പനി. ഓ ഓക്കെ ഓക്കെ. എവിടെ നിക്കാട്ടോ, എനിക്ക് തീരെ പറ്റണില്ല. അതുകൊണ്ടാ. വേണ്ടച്ചാ നമുക്ക് പോവാം. കേൾക്കോ. വരുന്ന വഴിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞതാ. ഇച്ചാ ഇച്ചാ ഉറങ്ങിയ അമ്മച്ചി? കുട്ടായി മോനെ, കുട്ടായി തേ കഞ്ഞി കുടിച്ചിട്ട് കേടാ, എഴുന്നേറ്റേ. വയ്യാൻ തോന്നുന്നു, കിടക്കട്ടെ. ഞാൻ കാലത്തെ അവന് പഴങ്കഞ്ഞാ പതിവ്, കുറച്ച് ധൈര്യം, പിന്നെ ഈ കാന്താരി ഉള്ളിയും കൂടെ അടിച്ചു കൊടുത്താൽ അവനത് മതി. അമ്മച്ചി ഞാൻ ചെയ്യാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. പനി എങ്ങനെയുണ്ട് ഇച്ചാ? കൊറോണ. ഈ പനിയും വെച്ച് രാവിലെ തന്നെ പച്ചവെള്ളത്തിൽ കുളിക്കണമായിരുന്നോ? എന്നോട് പറയാറുന്നല്ലേ, ഞാൻ വെള്ളം ചൂടാക്കി തന്നേനെ. ഓ സാരമില്ലത്. ഇവിടെ ഒന്ന് ഉറങ്ങി എഴുന്നിട്ട് തന്നെ ആ പനിയും കൂട്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പ്രിൻസ് എല്ലാം ഉറക്കുമായിരുന്നു. അവന് വിളിക്കായിരുന്നു. എന്നോട് എന്തെങ്കിലും? എൻ്റെ അമ്മച്ചി ഒരു ദിവസം ഞാനങ്ങ് മാറി എന്നുള്ളൂ. ഒറ്റ മനുഷ്യൻ ആ തൊഴുത്തലിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് എന്നാ കോലായിരുന്നറിയോ? ഇപ്പൊ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടത്? ഈ മിണ്ടാപ്രാണികളുടെ കാര്യമാണ്. അത് നിങ്ങൾക്ക് കൊല്ലം അറിയോ? ആ എന്നാ പോലോസേ? ധ്യാനത്തിന് പന്തലിടാൻ കുറച്ച് കവുങ്ങ് വെട്ടാൻ വേണ്ടി വന്നതായിരുന്നു. അതിനെന്താ, ദേ കല്യാണ ആവശ്യത്തിന് വേണ്ടി കവുങ്ങ, ആവശ്യത്തിനെടുത്തോ. നോക്കടാ, നമുക്ക് പറ്റുമോ നോക്കടാ. ഇതിനൊന്നും നീട്ടാൻ വരില്ല അമ്മച്ചി. കുറച്ചെടുക്കാടാ, തുണെടുക്കാം. എന്നാ ദേ താഴെ കുറെ മണ്ട പോയ കവുങ്ങുണ്ട്, അത് ആവശ്യത്തിന് വെട്ടിയെടുത്തോ. ആ ജാതിയിലും കൂടിയാലും വീഴാണ്ട് വെട്ടണേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ശരിയാവില്ല. ഞാനും വരാം. ഞാനേ ഒന്ന് നോക്കിച്ച് പറയാം, ഇല്ലെങ്കിൽ അത് കുളമാക്കും. പരിശുദ്ധ യാക്കോബായ സഭയുടെ